ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ അർജൻറ്റായിട്ട് പോകേണ്ടി വന്നിട്ട് പെട്ടെന്നുണ്ടായ പോക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി പോകണമെന്ന് ഉദ്ദേശിച്ചതിന് രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോവുക, എന്താ ചെയ്യുക, മക്കൾ ഉറങ്ങിക്കുക. ഞാനും മിന്നും റസും അല്ല കുഞ്ഞോനും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നേരം വെളുത്ത് കിട്ടി. പിന്നെ മിന്നിനാണ് എല്ലാം പനിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഏതായാലും നേരം വെളുത്തപ്പോൾ തന്നെ കുറച്ചൊക്കെ അങ്ങനെ കുറവ് വന്ന്. രാത്രി നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും മാഷാ അല്ലാ നേരം വെളുത്ത് കിട്ടി. പിന്നെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. മിന്നിന് പനി കൂടിയതുകൊണ്ട് മിന്നിനെ പറഞ്ഞയച്ചില്ല. പിന്നെ അനൂസ് പോയിട്ട് വന്ന് റീനും പോയിട്ടോ. പിന്നെ ഏതായാലും പോയാൽ മക്കൾ വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവരെങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ വേദന ഇല്ലാത്ത രീതിയിൽ ഞാൻ നിന്ന്, കാരണം മക്കൾ മുന്നിലെത്തിയിട്ട് പോവാൻ വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞങ്ങനെ ചോദിക്കുന്നുണ്ട് പോണ്ടേ പോവാന്നൊക്കെ ഞാനും പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും പിന്നെ ഞാനങ്ങനെ അവിടെ കേട്ടിരുന്ന് അവർ വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കരേക്കാട് വഴി അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പോവാണ്. അപ്പോൾ മിന്നു ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പഞ്ചിട്ട് എനിക്ക് ചൂടുവെള്ളം മതി പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങളേതായാലും പോയപ്പോൾ 11 മണിയൊക്കെ കഴിക്കണം. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു ഏതായാലും 12 മണി ആവാറായി, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറാം. പിന്നെ കുഞ്ഞോനിക്ക് എപ്പോഴും പോയിച്ചില്ല, ഫുഡ് മസ്റ്റാട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ദേഷ്യം പിടിച്ചൊക്കെ കേട്ടോ. കുട്ടി പഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കണം കുട്ടിക്ക് വിശക്കണുണ്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മിന്നൊരു കാര്യമുണ്ട്, എത്ര എന്ത് ബുദ്ധിമുട്ടായാലും അങ്ങനെ വാശി പിടിച്ച് പറയൂല, സാഹചര്യത്തിനനുസരിച്ചിട്ടേ പറയുള്ളൂ. അപ്പോൾ കുഞ്ഞോൻ ദേഷ്യപ്പെട്ട് വെച്ചിട്ട് കുഞ്ഞോനോട് പറയാനും ഞാനൊരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഫുഡ് കഴിക്കുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം പിന്നെ കഴിക്കുക, മക്കൾക്ക് തൽക്കാലം ഇപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുകയാണ്. അങ്ങനെ അനുവിനും മിന്നിനും ഭക്ഷണം വാങ്ങിക്കൊടുത്ത് നമ്മൾ റിനുവിനും അനുവിനെയും വീട്ടിലാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. അവരോട് പോരാൻ പറഞ്ഞപ്പോൾ അവർ പോകുന്നില്ല. കാരണം ഞാൻ പോന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇത് നമ്മളെ മക്കാമാണ് കേട്ടോ, പൈതലിയാറാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കണ്ടതിപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം അവിടെ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് കണ്ടപ്പോൾ. ഇത് നമ്മളെ ഒരു കസിൻസിൻ്റെ ഒരു വീടൊക്കെ ഇവിടെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിലേതാണ് എനിക്ക് അതാ ഈ കാണുന്ന ഈ ഭാഗത ഇതിൽ നമ്മളെ ജംഷിൻ്റെ വീടുണ്ട് കേട്ടോ, കുഞ്ഞാമ്മേൻ്റെ മോളെ വീടാണ്. പിന്നെ എനിക്ക് ശരിക്കും ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ, ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല വീട് പുതിയതായതിന് ശേഷം. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങോട്ട് പോയിച്ചാൽ അവിടെ എത്തുമ്പോൾ ഞാൻ ആ വീട് ഇങ്ങനെ പരതുട്ട കണ്ണുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോകുമ്പോൾ ഇറങ്ങണം കാണണമൊക്കെ. ഇന്ന് പോയപ്പോൾ അവിടെ കൊലയും വരെ സിറ്റ് ഔട്ടിൽ ആരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീടാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. പിന്നെതാ അപ്പോൾ അതാ ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അനൂസ് കുഞ്ഞാന് റസുവിനോട് എന്തൊക്കെയോ പറയാണ് കേട്ടോ. റസു ഡ്രസ്സ് മാറ്റിയോ പറഞ്ഞാൽ നമ്മൾ ബിരിയാണി മാമ കഴിക്കാൻ പോവുകയാണ്, എച്ചി മാമ കഴിക്കാൻ പോവുകയാണ്, വിമാനത്തേക്ക് പോവുകയാണ് എന്നൊക്കെ. കാരണം കുഞ്ഞാനങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പോയിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്, വിമാനത്തേക്ക് പോവില്ല എന്നൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങാടിപ്പുറത്ത് ഭയങ്കര ബ്ലോക്കാട്ടോ. അവിടെ അങ്ങനെ നിന്നപ്പോൾ ഒരു ചെറിയ കട കണ്ടു, ഒരു പെട്ടിക്കട, പണ്ടത്തെ ഒരു പെട്ടിക്കട. നമ്മൾ പണ്ട് വായിച്ചിരുന്ന മനോരമ, വനിത അതൊക്കെ അവിടെ തൂക്കിയത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ. പിന്നെ നമ്മളവിടെ ആ ഭാഗത്തുള്ള കുളമാണത്. അപ്പം അങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ വീഡിയോസ്. പിന്നെ നമ്മൾ അങ്ങാടിപ്പുറം പാലാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ മക്കളായിട്ട് അങ്ങനെ പോയി. അപ്പോൾ മിന്നൂസ് അങ്ങനെ ചോദിക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. കാരണം നമുക്കൊരു ഒത്തും പിടിയും കിട്ടില്ല. കാരണം നമ്മൾ അടുത്തൊന്നും ലോങ്ങായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് പോയിട്ടൊരു വർഷമായിട്ടോ. കാരണം മിന്നുവിനും റസുവിനും വയ്യാത്ത ഭയങ്കര ഒരു അസുഖമൊക്കെ ഉണ്ടായി. നിൽക്കാത്ത ഛർദി, പിന്നെ വയറ്റിൽ ഇങ്ങനെ ബ്ലഡ് പോണ 2 മാസത്തോളം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു മിന്നുവിനോ അനുവിനോ കേട്ടോ. ആ ടൈം അല്ല അനുവല്ല റസുവിന്.
ആ ടൈമിൽ ഞാൻ മൗലാനിക്ക് ഒരു 2 മാസത്തോളം അടുപ്പിച്ച് ആഴ്ചയിൽ പോവുമായിരുന്നു. അപ്പോഴാണ് ഓളിങ്ങനെ ഓർത്തത് കേട്ടോ, നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെ പോയിരുന്നല്ലോ. ഓൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ എങ്ങോട്ടാണമ്മ, ഞാൻ ഈ സ്ഥലമൊക്കെ കണ്ടിക്കണമല്ലോ, സൂചിയൊക്കെ വന്നപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്, നമ്മൾ മൗലാനിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നമ്മൾ ദൂരത്തേക്കുള്ളൊരു ഹോസ്പിറ്റലിലൊക്കെ പോകും. അപ്പോൾ അതാ എന്താ പറയുക, അങ്ങനെ അങ്ങാടിപ്പുറമൊക്കെ കഴിഞ്ഞ് എവിടെയോ എത്തിയിട്ടുണ്ട്, എനിക്ക് ശരിക്കും അറിയില്ല സ്ഥലത്തിൻ്റെ പേരൊന്നും. അപ്പം അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോയതാണ്. ഇന്നലെ രാത്രി ഒരു ഉച്ച മുതൽ രാവിലെ ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ ആലയമ്മ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നിട്ടൊക്കെ കാല് കടിച്ചിൽ കൂടുതലിട്ട് കുറേ അയക്കണം. പക്ഷെ നമ്മളിപ്പോഴത്തെ ബുദ്ധിമുട്ട് കാരണം എല്ലേതും കൂടെ കുഞ്ഞോട് പറയാൻ എനിക്കൊരു നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് പറയണമല്ലോ. അപ്പോൾ ഞാൻ കുറേ കരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമായിരുന്നു കുറേ ദിവസമായിട്ട്. അങ്ങനെ ഏതായാലും ഈ വീടൊക്കെ മാറിയപ്പോൾ സാവധാനം പറയാൻ വിചാരിച്ചപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കുള്ള പണി പോയി, പണിയില്ലാതെ ഭ്രാന്തായി നടക്കൽ തുടങ്ങിയപ്പോൾ ഇപ്പം ദേഷ്യപ്പെട്ട് നടന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാല് വേദന കൂടിയിട്ട് പിന്നെ ഞാൻ മക്കൾ പറഞ്ഞ് അങ്ങനെ പോകുന്ന ആലയമ്മ ഡോക്ടറെ അടുത്ത് പോയി. നമ്മൾ ആ ഗുളിക ഞാൻ ഇന്നലെ രാവിലെ ഞാനൊന്ന് കഴിച്ചിട്ടോ. കാരണം എന്താ പറയുക, മിനിഞ്ഞാന്നല്ലേ പോയത്, ഇന്നലെ രാവിലെയാണ് പോയത് കേട്ടോ. അങ്ങനെ രാവിലെ പോയി വന്ന് ഞാൻ ഉച്ചക്ക് ഞാനൊരു ഗുളിക കഴിച്ച്, അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വേദന വന്നത് കേട്ടോ. സഹിക്കാൻ കഴിയാത്ത വേദനയായിട്ട് കേട്ടോ, നമ്മൾ ഈ പ്രസവ വേദനേൻ്റെ പോലെയൊക്കെ. പിന്നെ ഊരക്ക് ഭയങ്കര കുത്തിച്ചുരുക്കുന്ന വേദന, അതേപോലെ തന്നെ ആ ടൈമിൽ അടിവയറിന് നല്ല വേദന. പിന്നെ അതേപോലെ ആ ടൈമിൽ തന്നെ കയ്യും കാലും നല്ല കുഴച്ചിലും കേട്ടോ. പിന്നെന്താ വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വെയിറ്റ് തൂങ്ങണ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മിന്നുട്ടി റിസൾട്ട് ചെയ്താൽ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉറക്കപ്പെട്ടിരിക്കണം കേട്ടോ. അവനങ്ങനെ ഓട്ടോറിക്ഷയിൽ അങ്ങനെ ഉറങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ മടിയൊക്കെ കിടത്തിയതാണ് പിന്നെ. അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ, കാരണം ഞാൻ അത്രയ്ക്ക് വേദന, നമ്മൾ 5 മിനിറ്റ് ഇങ്ങനെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരിക ഈ പ്രസവ വേദനേൻ്റെ പോലെ കേട്ടോ. അപ്പം ഞാൻ രാത്രി പോയാലൊക്കെ വിചാരിച്ചതിന് പക്ഷെ നടന്നില്ല. അങ്ങനെ നമ്മളിത് മൗലാനിയിലെത്തിയേക്കണം. മൗലാനിയിലെത്തിയങ്ങനെ മിന്നുട്ടി പറയണേ, അമ്മ ഞാൻ അങ്ങോട്ട് സൂചി വെക്കാനൊക്കെ കുറേ ദിവസം വന്നേനില്ലമ്മ നോക്കട്ടെ പാവം ഒക്കെ ഓർത്തുക്കണം കേട്ടോ. ഞങ്ങൾ മൗലാനിയിലെത്തി. ഞങ്ങളവിടെ ഇറങ്ങി കുഞ്ഞിനെ വെയിറ്റ് ചെയ്യണം. കുഞ്ഞൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കണം ഓട്ടോറിക്ഷ കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം അവിടെ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് പോയിട്ട് ടോക്ക് എടുക്കുക. കാരണം നമ്മളവിടെ എത്തിയപ്പോൾ 1 മണി ആയിട്ടുണ്ട്, 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാനൊന്നൊരു പിടുത്തല്ല കേട്ടോ. കാരണം ഊരവേദൻ്റെ ഡോക്ടറിനെ കാണിക്കണ്ട്, അതോ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പോയി നല്ല ഡോക്ടറെ തന്നെ കാണാൻ പറ്റട്ടെ റബ്ബേ, എന്താ ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ അവിടെ പോയി ടോക്ക് എടുക്കാൻ ഉദ്ദേശിച്ച് ഞാനും മിന്നും റിസും കൂടെ ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ടോക്ക് എടുക്കാനുള്ള കൗണ്ടർക്ക് വന്നിക്കണ്. അങ്ങനെ അവിടെ വന്ന് ആരൊക്കെ ടോക്ക് എടുക്കുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ അവർ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ചെക്ക് ചെയ്യാണ്. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് തീരെ വയ്യ, ഇങ്ങനെയൊക്കെയാണ് അസുഖം. അപ്പോൾ തന്നെ പറഞ്ഞ് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം ഊരവേദന ഡോക്ടറെ കാണിക്കണമെന്നുണ്ട്, ഇതും കാണിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ അവിടെയുള്ള കൊച്ചുനാരായണി എന്ന ഡോക്ടറുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡായ നല്ലൊരു ഡോക്ടർ കേട്ടോ. അപ്പോൾ അതിനെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് ഭയങ്കര തിരക്കായിരിക്കും വിചാരിച്ച്. പക്ഷേ അവിടുന്ന് തന്നെ